ഇപ്പോൾ മാർക്കറ്റ് നോക്കുമ്പോൾ ഇങ്ങോട്ട് താഴത്തോട്ട് ഇറങ്ങി വന്നല്ലോ. നമ്മൾ നോക്കുമ്പോഴത്തേക്കും ദേ രാവിലെ ഇവിടെ വന്ന് ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. തിരിച്ച് മാർക്കറ്റ് കയറി വന്നിട്ട് താഴെ ഇവിടെ വന്നിട്ട് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ട്രേഡ് ലോജിക്ക് വെച്ചിട്ട് നമ്മളിതിനെ സപ്പോർട്ട് സോണായിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് തിരിച്ച് മാർക്കറ്റ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളിവിടെ എൻട്രി പ്ലാൻ ചെയ്യും. ഇവിടുന്ന് തിരിച്ച് മാർക്കറ്റ് റിവേഴ്സൽ ആകുമെന്ന് ഓർത്ത്. ശരിക്കും ഇത് ലിക്വിഡിറ്റി ടേക്ക് ചെയ്തേക്കാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ. അപ്പോൾ ഇവിടെ ഒരു ലിക്വിഡിറ്റി പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു ലിക്വിഡിറ്റി പോയിന്റ് ഉണ്ട്. അപ്പം അടുത്ത സബ്സിക്വൻസ് മൂവ്മെൻറ്റ് വന്നപ്പോഴത്തേക്കും ആ ലിക്വിഡിറ്റി രണ്ടും എടുത്തിട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ താഴെ കിടക്കുന്ന സ്റ്റോപ്പ് ലോസ് ഓർഡറുകളെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസ് കവർ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് ഒരു താഴത്തെ ഒരു ഓർഡർ വന്നപ്പോൾ ഇവിടെ കിടന്ന വെച്ചാൽ എല്ലാ സ്റ്റോപ്പ് ലോസുകളും എല്ലാവരുടെയും ഓർഡറുകളും ക്യാച്ച് ചെയ്തിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തിരിച്ച് കയറുന്നതായി കാണുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡിങ്ങും SMC സ്മാർട്ട് മണി കൺസെപ്റ്റിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോഴത്തേക്കും ഉണ്ടാവും. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ തുടങ്ങി വെക്കണം. നിങ്ങളോട് ഇതിനെക്കുറിച്ചൊക്കെ പറയണമെന്നുണ്ട്, സ്മാർട്ട് മണി കൺസെപ്റ്റ് പറയണമെന്നുണ്ട്. അപ്പോൾ ഞാൻ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഓർഡർ ബ്ലോക്ക് എന്താണ്, ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുമ്പം ഞാൻ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തൊന്നും അറിയത്തില്ലാത്ത ആൾക്കാരുണ്ട്, കുറച്ചെങ്കിലും അറിയാവുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ പല ആൾക്കാരായിട്ടാണ് നിൽക്കണം. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഒരു സ്റ്റാർട്ടിങ് തൊട്ട് എനിക്കറിയാവുന്ന രീതിയിൽ ബേസിക്സ് തൊട്ട് കവർ ചെയ്ത് ഈ ഒരു ഇവിടം വരെ എന്ന് വെച്ചാൽ ഒരു 10-50 വീഡിയോയിൽ തീരുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. 10-40 വീഡിയോയോട് തീരുമായിരിക്കും. അത്രയും എഫേർട്ട് ഇടേണ്ടി വരുമായിരിക്കും. എന്നാലും ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. അപ്പോൾ ആ രീതിക്കൊന്ന് വീഡിയോ ചെയ്യാമെന്ന് ഞാൻ ഓർത്താണ് ഇരിക്കുന്നത്. അപ്പം അടുത്തൊരാഴ്ചയോട് കൂടിയിട്ട് ഞാനിതിനെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഒരു 5 മിനിറ്റിൻ്റെ 6 മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞു തരും. അപ്പോൾ ചിലപ്പോൾ തെറ്റുകളൊക്കെ അതിൻ്റെ അകത്തുണ്ടാവും. അപ്പോൾ ഈ കാണുന്നതിൽ ആരെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ ആ തെറ്റ് എനിക്കപ്പോൾ തിരുത്തി തന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ അത് കവർ ചെയ്തുകൊണ്ട് അടുത്ത വീഡിയോയിൽ അത് തിരുത്തി തന്നെ മുമ്പോട്ടേക്ക് പോകും. പിന്നെ കുറച്ച്